സംസ്ഥാനത്തെ ക്രമസമാധാന നില പ്രശ്നത്തിലാണെന്നും മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സുരക്ഷയിൽ ഇരട്ട രീതിയും നീതിയുമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരോപണങ്ങളുടെ തുടർച്ചയിൽ സുരക്ഷയ്ക്കായി CRPF വന്ന രാഷ്ട്രീയ ദിവസങ്ങൾ കൂടിയാണ്. അതിനിടയിലാണ് നവകേരള സദസ്സിനിടയിൽ പ്രതിഷേധക്കാരെ ചട്ടവിരുദ്ധമായി അതിക്രൂരമായി മർദ്ദിച്ച ഗൺമാൻ അനിൽകുമാർ മുഖ്യമന്ത്രിക്കൊപ്പം ഇന്നും സഭയിലെത്തിയത്. ആ കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിലും പേരിനൊരു കേസെടുക്കൽ എന്ന നിലയിലേക്ക് അപഹാസ്യമാകുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവർക്ക് രേഖാമൂലം പിന്തുണ നൽകുകയുമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം പ്രതിഷേധക്കാരെ അതിക്രൂരമായി മർദ്ദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. മാസമൊന്നായിട്ടും ആ ദൃശ്യങ്ങൾ കാണാത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളം മൊത്തം പലയാവർത്തി കണ്ടതാണെങ്കിലും ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. ഇനി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം പുരുഷ പോലീസുകാർ വലിച്ചു കീറുന്നതും അവരുടെ മുടിയിൽ ബൂട്ടിട്ട് ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിനും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മറുപടി. നാട് മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. എന്നാലും മുഖ്യമന്ത്രി മാത്രം കാണാത്ത ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ഇനി അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപത്തെ പറ്റിയുള്ള ചോദ്യത്തിനും നിയമസഭയിൽ അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ അടുത്ത് നടന്ന പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ MP പ്രവീണിനോട് പോലീസ് പെരുമാറുന്നത് കൂടി ഒന്ന് കാണണം. ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങൾ ആശുപത്രിയിലേക്ക് പ്രവീണിനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ എടുത്ത് വാരിക്കൂട്ടിട്ട് കൊണ്ടുപോകുന്ന ചിത്രങ്ങളാണ് കണ്ടത്. എന്തായാലും പ്രതിഷേധം നടന്ന സമരക്കാർക്കെതിരെ പുട്ടിന് പീരെ പോലെ വധശ്രമം അടക്കം ചുമത്തുകയും വീട് വളഞ്ഞ് പിടികൂടലടക്കം അതിവേഗം നടപടിയിലേക്ക് പോകുമ്പോൾ കോടതി പറഞ്ഞിട്ടും കേസെടുത്തിട്ടും അതിന് പുല്ലുവില കൊടുക്കാത്ത ഇരട്ട നീതി അല്ലെങ്കിൽ പിന്നെന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ റോജി ജോൺ MLA, ശ്രീ M പ്രകാശ് മാസ്റ്റർ, ശ്രീ MP പ്രവീൺ, യൂത്ത് കോൺഗ്രസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ പ്രവീണിലേക്ക് പോകുന്നു. പ്രവീൺ, അതിലേതോ ഒരു പോലീസുകാരൻ, മർദ്ദന ദൃശ്യങ്ങൾ ഏതോ ഒരു പോലീസുകാരൻ ഇനി തല്ലിയാൽ ചത്തുപോകും എന്ന് കരുതി, അത് മനസാക്ഷി കൊണ്ടാണോ അതോ കൊലക്കേസിൽ തൂങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ്, തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രവീൺ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ജീവനോടെ ബാക്കി ഇവിടെ ഇരിക്കുന്നത്? ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് പ്രവീൺ? പ്രിയപ്പെട്ട ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു വലിയ ശബ്ദത്തിൽ എനിക്ക് കരയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എന്നെ മർദ്ദിച്ച ആൾക്കാരാണ്. എനിക്ക് 12ഓളം പോലീസുകാരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടവുമായി കടന്നു പോവുകയാണ്. വളരെ സമാധാനപരമായ ഒരു സമരത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് വൈരാഗ്യപരമായി ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ മാസം ഡിസംബർ 15-ാം തീയതി നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 14, 15, 16 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വൈരാഗ്യ ബുദ്ധിയാണ് പോലീസ് നമ്മളോട് തീർത്തത്. അതിന് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയിൽ എന്നെ മനഃപൂർവ്വം കൊല്ലുവാൻ അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് സമരത്തിന് ഇറങ്ങാത്ത തരത്തിലേക്ക് അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പോലീസിൻ്റെ വേട്ടയാണ് നടന്നത്. തലക്കടക്കം പരിക്കുണ്ടായിരുന്നു, ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. ആരോഗ്യ സ്റ്റാറ്റസ് ഇപ്പോൾ എങ്ങനെയാണ്? അത് എൻ്റെ ആന്തരിക രക്തസ്രാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം ICUവിലായിരുന്നു, 1 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു. എനിക്ക് 7-ാം തീയതി ഇനി ചെക്കപ്പുണ്ട്. 7-ാം തീയതി കഴിഞ്ഞിട്ട് തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്ലീഡിങ് മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്കപ്പിന് ശേഷമേ എനിക്ക് മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകാൻ കഴിയും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടും പ്രവീണും പൊതുമുതൽ നശിപ്പിക്കൽ കേസിൽ പ്രതിയാണ്. തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ
ഞാൻ PDPP-യിൽ അടക്കം 7 പേരെ പ്രതി ചേർത്ത് ഞാനും മേഘ, എൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മേഘ ഇന്ന് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ മേഘ അടക്കമുള്ളവർക്കെതിരെ ഞങ്ങൾ 7 പേർക്കെതിരെ PDPP വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇത് പോലീസിൻ്റെ ഇരട്ട നീതി തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ബസ് കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെ പോലീസ് സംരക്ഷണയിലാണ് DYFIയുടെ നേതാക്കന്മാർ. അതുപോലെ തന്നെ നവകേരള ബസ്സിനെ സംരക്ഷിക്കാൻ എന്ന നിലയിൽ DYFIയുടെ നേതാക്കന്മാർ വന്ന് വളരെ കിരാതമായി പോലീസിനെ സഹായത്തോടു കൂടി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒട്ടനവധിയായ സംഭവങ്ങൾ ഇന്ന് കോടതിയിൽ കേസുണ്ടായിരുന്നല്ലോ പ്രവീണ, അതെന്തായി? ഇന്ന് കോടതിയിൽ കേസുണ്ടായി, ഈ PDPP-യിൽ കേസെടുക്കുന്ന ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ടായിരുന്നല്ലോ, എന്തായി അത്? ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതി അതിരൂക്ഷമായ വിമർശനമാണ് നമ്മുടെ നിലവിലെ പ്രോസിക്യൂഷനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ കിരാതമായി മർദ്ദിച്ച ഞങ്ങളുടെ ആന്തരിക രക്തസ്രാവം അടക്കം തലയിലുള്ള 2 പ്രതികളെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പോയത്. നാളെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കോടതി അതുമായി ബന്ധപ്പെട്ട ഉത്തരവിലേക്ക് പോകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റോജി എം ജോൺ, ഇവിടെ ഇപ്പൊ MP പ്രവീൺകുമാറിന് നേരിട്ട അതിക്രൂരമായ മർദ്ദനം എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താണ് നമ്മുടെ നാട്ടിൽ തെരുവുനായ്ക്കൾ വല്ലാതെ പെരുകുന്നതും പട്ടികൾ കുട്ടികളെ കൂട്ടത്തോട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എന്താണ് CCTV അടക്കം കാണുന്നുണ്ട്. ആ പട്ടികൾ കുട്ടികളോട് പെരുമാറാത്ത രീതിയിൽ അത്രയും കൂട്ടത്തോടെ പോലീസുകാർ ഒറ്റയ്ക്കായ പ്രവീൺകുമാറിനെ അടിച്ചു മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കേരളം മൊത്തം കണ്ടു. പക്ഷേ മുഖ്യമന്ത്രി മാത്രം അത് കണ്ടിട്ടില്ല. റോജി, മേഘ ഇപ്പോൾ അവിടെ ഞരമ്പിന് പരിക്കേറ്റ്, അതും അതീവ ഗുരുതരാവസ്ഥ മാറി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികൾക്ക് മാറി അവിടെ ചികിത്സ നടക്കുന്നു. അത് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ഗൺമാൻ്റെ മർദ്ദനം മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ഒന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ശ്രീ റോജി, ഇപ്പോൾ ഇതെല്ലാവരും TV കാണണം, എല്ലാവരും പത്രം വായിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയും? മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. റോജി, ഹാഷ്മി ഇന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഈ വിഷ്വലുകളൊക്കെ ആവർത്തിച്ച് ഇവിടെ കാണിക്കുകയുണ്ടായി. ഇത് കേരളം മുഴുവൻ കണ്ടിട്ടുള്ള വിഷ്വലുകളാണ്. ഇത് കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള പോലീസ് മർദ്ദനം എല്ലാവരും ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഉറക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ചെണീപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഉറക്കം നടിക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ചെണീപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് ശ്രദ്ധയിൽ പെടില്ല എന്ന് നിർബന്ധമുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല അവിടെ അക്രമം നടന്നിട്ടുണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ DYFIയുടെയും CPM-ന്റെയും അതുപോലെ SFIയുടെയും ഒക്കെ ഗുണ്ടകൾ നടത്തിയിട്ടുള്ള അഴിഞ്ഞാട്ടവും ഒക്കെ കേരളത്തിൽ നല്ല ലോകത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് അറിയില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. അത് അദ്ദേഹം പല ആവർത്തി പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മറുപടിയിലും ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള അക്രമങ്ങളൊന്നും ഇന്ന് കാണാനായിട്ടുള്ള സമയം അദ്ദേഹത്തിനില്ല. മാത്രവുമല്ല, ഇന്ന് ആഭ്യന്തര വകുപ്പ്, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നുള്ള ആവശ്യം ഞാൻ ഉന്നയിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇന്ന് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് P ശശിയും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള കുറേയേറെ ഉപജാപക സംഘങ്ങളുമാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് എങ്കിൽ അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുത്ത് ഈ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നെങ്കിലും അറിയാനായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ക്രമസമാധാന നില കുറെ കൂടെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് വേറെ കുറെ ആളുകളാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന കുറെ ഉത്തരങ്ങൾ അദ്ദേഹം നിയമസഭയിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ഗൺമാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഗൺമാനെതിരെ അദ്ദേഹം ആ മർദ്ദനം നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അനിൽകുമാറും അതുപോലെ തന്നെ സന്ദീപും പോലുള്ള അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അക്രമി സംഘം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അവർക്കെതിരെ കേസെടുക്കാനായിട്ട് കേരളത്തിന്റെ പോലീസ് തയ്യാറായില്ല. അത് കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് ആദ്യം അവർക്കെതിരെ FIR ഇടുവാനായിട്ട് പോലീസ് നിർബന്ധിതമായത്. രണ്ടാമത് അവരെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിപ്പിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പരാതി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ കോടതി ഇടപെടലിനെ തുടർന്നിട്ടാണ് അവർക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കോടതിയുടെ ഇടപെടൽ ആവർത്തിച്ച് ഉണ്ടായിട്ട് ലോകം മുഴുവനും ഇത് പോലീസ് അങ്ങനെ നടപടി സ്വീകരിക്കുമെന്നാണ് ആ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ചുമതലയുള്ള ആൾ പറയുന്നു. എന്താണ് ഇത്തരത്തിൽ VIP വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കം വരുമ്പോൾ സുരക്ഷ ഒരുക്കൽ അവരുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ പോലീസ് എങ്ങനെയാണ് അതിനെ മറികടന്ന് കേസെടുക്കുക, അല്ലെങ്കിൽ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ പിടിച്ചാത്തിടുക? റോജി, അതാണ് ഇവിടെ പറഞ്ഞ ഇരട്ട നീതി എന്ന് പറയുന്നത്. അതായത് കേരളത്തിന്റെ DGPയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം
യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകൻ അൻസൽദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കാലിൽ കൂടെ കയറ്റി ഇറക്കി അവിടെ ഗുരുതരമായി പരിക്കുപറ്റി അവിടെ അദ്ദേഹത്തിന്റെ മാംസവും എല്ലും ഒക്കെ പുറത്തു വന്ന് മേസ്തിരിപ്പണിക്ക് പോകുന്ന ആളാണ്. 6 മാസത്തേക്ക് അദ്ദേഹത്തിന് പണിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നിരവധി എത്രയെത്ര സംഭവങ്ങൾ, ഇവിടെ പറഞ്ഞ പ്രവീണിനെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകര് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് ആ ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേരളത്തിലെ പോലീസ് കേസെടുത്തിട്ട് ആ ആളുകൾ ജീവൻ രക്ഷാ പ്രവർത്തകരാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ എന്ത് നീതി സംവിധാനമാണ്, നിയമ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്? അല്ലെങ്കിൽ പോലീസിന് സ്വതന്ത്രമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? ഇങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പ് നിരവധി ആളുകൾക്കെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തിരിക്കുന്ന ആളുകൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാനായിട്ട് ഈ പോലീസ് തയ്യാറാവുന്നില്ല. കാരണം ഈ മുഖ്യമന്ത്രി തന്നെ ഇവർ രക്ഷാപ്രവർത്തകരാണ്, ജീവൻ രക്ഷാപ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്ന പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരാവിലെ പുലർച്ചെ വീട് വളഞ്ഞ് കയറി അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോലീസ് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ സമരങ്ങളിൽ പങ്കെടുത്ത പ്രവീൺ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുന്ന, ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുക്കുന്ന പോലീസ്, KSU പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, നിരവധി ആളുകളെ രാത്രികളിൽ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് അവരെ കുറ്റം ചുമത്തി, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിലടയ്ക്കുന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ടായി. ഈ കഴിഞ്ഞ ഒരു 2 മാസക്കാലം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നിരവധി ആളുകളാണ് നിരവധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജയിലുകളിൽ കഴിയേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ. അപ്പോൾ ഒരു വശത്ത് യൂത്ത് കോൺഗ്രസുകാർക്കും സമരം ചെയ്യുന്നവർക്കും ഒരു നീതി, മറുവശത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ലോകം കണ്ടു നിൽക്കെ മൃഗീയമായിട്ടുള്ള പീഡനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു നീതി, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കും പാർട്ടിക്കാർക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇങ്ങനത്തെ ഒരു നീതി നിർവഹണ സംവിധാനം, ഇങ്ങനത്തെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതിന്റെ എല്ലാം നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഷിബീന എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ച്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ വസ്ത്രം വലിച്ചു കീറിയതോ അല്ലെങ്കിൽ റിയ എന്ന് പറയുന്ന കുട്ടിയുടെ മുടിയിൽ ചവിട്ടിപ്പിടിച്ചതോ ഒന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടികളുടെയോ കേരളത്തിൽ ഇത്തരം സ്ത്രീകളുടെക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളൊന്നും അദ്ദേഹത്തിന് മുമ്പിലില്ല. അദ്ദേഹത്തിന് മുമ്പിൽ ഇന്ന് കേരളത്തിലെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരേ ഒരു വനിത മാത്രമേ ഉള്ളൂ, ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി എന്ന് പറയുന്നത് വീണ വിജയനാണ്. ആ വീണ വിജയൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് മാത്രമേ സാധിക്കുന്നുള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ സാധാരണ പെൺകുട്ടികൾക്കും വനിതകൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എന്താണെന്നൊന്നും കാണാൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമയമില്ല. ശരി, ഞാൻ പ്രകാശ് മാഷിലേക്ക് എത്തും മുമ്പ് മേഘ കൂടി ചേരുന്നു. മേഘ ആശുപത്രിയിലാണ്, സൂമിൽ ജോയിൻ ചെയ്യാണ്. മേഘ, എങ്ങനെയുണ്ട് ആരോഗ്യം? എനിക്ക് ബെറ്റർ ആയിട്ടില്ല, എങ്കിലും നേരത്തെ അപേക്ഷിച്ച് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എഴുന്നേറ്റ് ഇതുപോലെ ഇരിക്കാൻ കഴിയുന്നുണ്ട്, കുറച്ചൊക്കെ അല്പദൂരം നടക്കാൻ പറ്റുന്നുണ്ട്, തലച്ചിലുണ്ട്, അധിക നേരം പറ്റത്തില്ല. ഇപ്പൊ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറി ഡോക്ടർ SS ലാൽ, ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള അവരുടെ നേതൃത്വ ചികിത്സയിലാണ്. ഡോക്ടർമാർ വന്ന് കണ്ടോ? എന്താണ് പറയുന്നത്? ഡോക്ടർമാരെ കണ്ടു. MRI ഇപ്പൊ 2 നമുക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്. നട്ടെല്ലിന്റെ MRI എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എക്കോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി MRI എടുക്കാനുണ്ട്. ബാക്കി ടെസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടലുള്ളത് കാരണം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. വേദന കൂടുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലായിരുന്നു, വൊമിറ്റിങ് കൂടുതലായിരുന്നു. ഇവിടെ വന്നതൊക്കെ ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. ശ്വാസം മുട്ടൽ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. കഴുത്തിന്റെ പരിക്ക് യഥാർത്ഥത്തിൽ എന്ത് പരിക്കാണ് മേഘ? അടിച്ചപ്പോൾ ഞരമ്പിനെന്തോ ക്ഷതമേറ്റു എന്ന് കേട്ടിരുന്നു, അങ്ങനെയാണോ? അതെ, എന്നെ 2 അടിയാണ് അടിച്ചത്. ആദ്യത്തെ അടി എന്റെ തലയുടെ പുറകുവശത്തും, രണ്ടാമത് എന്റെ കഴുത്തിന് പുറകിലായിട്ട് അടിച്ചു. അപ്പൊ MRI എടുത്തപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2 ഡിസ്ക് ബൾജ് ആയിട്ട് അതിനിടയിലേക്ക് നെർവ് കയറിയിരിക്കുകയാണ്. എത്ര നാൾ ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്നാണ് ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത്? ഇപ്പൊ ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ ടെസ്റ്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇത് തന്നെ എനിക്ക് അധിക നേരം തുടരാൻ പറ്റത്തില്ല. വേദന, ഇപ്പൊ പെയിൻ കില്ലർ എടുത്തതിന്റെ പുറത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു എഫക്റ്റ് വിടുന്ന സമയത്ത് ഞാൻ വീണ്ടും പഴയ പെയിനിലേക്കും ശ്വാസമുട്ടലിലേക്കും വോമിറ്റിംഗിലേക്കും പോകും. തലചുറ്റലാണ്, എനിക്കൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല. വിശ്രമിക്കൂ മേഘ. എത്രയും പെട്ടെന്ന് എന്താണ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തൂ. യുവാക്കളായ രാഷ്ട്രീയക്കാരെ കേരളത്തിന് ആവശ്യമുണ്ട്. നന്ദി മേഘ, നന്ദി. ശ്രീംപ്രകാശൻ, ഇപ്പോൾ മേഘ ഞരമ്പിന് ചികിത്സ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. പ്രവീണിനെ എടുത്തിട്ട് പോലീസുകാർ ഒരു 10-20 പോലീസുകാർ ചേർന്ന് വട്ടം കൂടിയിട്ട് അടിച്ച് കൊല്ലുന്ന പോലെ അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു.
മുഖ്യമന്ത്രി ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്നും കാണില്ല എന്നുള്ളതല്ല. KSUക്കാർ എന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ അവരുടെ കയ്യിൽ ഗോട്ടിയുള്ള കാര്യം മുഖ്യമന്ത്രി കണ്ടതാണ് CM പ്രകാശൻ. ഇവിടെ മുഖ്യമന്ത്രി പത്രം വായിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കാര്യം കൊട്ടാരക്കരയിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരു പത്രം തന്നെ പറ്റി എഴുതി, അതപ്പോൾ പാർട്ടി മുഖപത്രമല്ല, മനോരമയെക്കുറിച്ചാണ് അദ്ദേഹം പേരെടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി പത്രം വായിക്കുന്നുണ്ട്, വാർത്തകൾ അറിയുന്നുണ്ട്, KSUക്കാരുടെ കയ്യിലെ ഗോട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മാത്രം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത്? ശ്രീ M പ്രകാശൻ, ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പോലീസുകാർ ആക്രമിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാരെ, അതുപോലെ വിദ്യാർത്ഥികളെ. നിങ്ങൾ എന്തൊരു തമാശയാണ് 24-ൻ്റെ ഈ ചർച്ച. കേരളത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് അല്ലല്ലോ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഞങ്ങളും ഒരുപാട് കാലം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്, സമരങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ UDF-ൻ്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണല്ലോ. എത്ര വെടിവെപ്പുകൾ ആ കാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കോൺഗ്രസ്സുകാരോട് ചോദിക്കുക. ഞങ്ങൾക്കെതിരായിട്ട് കേരളത്തിൽ ഏതാണ്ട് 1800ഓളം കേസുകൾ എടുത്തൊരു കാലമാണത്. 7000ഓളം ആളുകൾ കൽത്തുറുങ്കിൽ, നിരവധി ആളുകൾ അതിഭീകരമായി പരിക്കേറ്റിട്ട് എത്രയോ മാസക്കാലം, ഒരാഴ്ച 2 ആഴ്ചയല്ല, ഇപ്പോൾ കാലനടക്കാനാവുന്നില്ല, എനിക്ക് ശ്വാസം വലിക്കാനാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത്? മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ 5 പേരെ വെടിവെച്ച് കൊന്ന ഒരു നാടായി കേരളം. ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും തലക്കു താഴെ അനങ്ങാൻ വേണ്ടി കഴിയാത്ത കേരളത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ എത്ര ആളുകൾ, സ്ത്രീകളെ, ഇപ്പോൾ ഗീനാകുമാരി നിങ്ങൾക്ക് അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പൈശാചികമായിട്ടെന്ന് പറഞ്ഞാൽ എത്രയോ ദിവസക്കാലം എഴുന്നേൽക്കാനേ ആയില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ഭീകരമായ മർദ്ദനം വരുന്നുണ്ട്. ആരുണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ മർദ്ദനത്തിന് വിവരം അന്വേഷിക്കാൻ. പോലീസിലിപ്പോ ഞാനും കോടിയേരി ബാലകൃഷ്ണനും ഒരു തവണ അല്ല ഇത് പോയ കാലത്ത് നിങ്ങളൊക്കെ മർദ്ദനമേറ്റു. സിന്ധു ജോയി അടക്കമുള്ളവരുടെ കാല് ഈ പറയുന്ന എന്താണ് സ്ട്രെച്ചറിൽ നടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഒരുപാട് SFI വിദ്യാർത്ഥികൾ ക്രൂരമായ മർദ്ദനമേറ്റു. അതുകൊണ്ട് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത നരമേധം വേട്ട നടത്തുമെന്നാണോ? പോയ കാലത്ത് വേട്ട നടത്തും, അതുകൊണ്ട് ഇനി ഞങ്ങൾ വേട്ട നടത്തും എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്ന ന്യായം? നിങ്ങളുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില പ്രത്യേക ആളുകളോട് തോന്നുന്ന വികാരമാണ്. ഇവിടെ മറ്റാളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ല. നിങ്ങൾക്ക് സ്ഥാപിക്കണം, ഈ ഗവൺമെന്റ് അക്രമികളുടെ ഗവൺമെന്റാണ്, അതിന് നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ പറയുന്നത് അങ്ങയുടെ ഉള്ളിൽ കിടക്കുന്ന പുറത്തു വരുന്നതാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. താങ്കളുടെ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വരുന്നതാണ് CM പ്രകാശ്. എന്റെ ചോദ്യം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാത്തത് എന്താണ് എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഹാഷ്മിയെ നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഹാഷ്മിയെ ഈ കേരള മാധ്യമമായിട്ട് കാണുന്നതല്ല. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ തിമിരം ബാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഈ പൊതുമുതൽ നശീകരണ കേസെടുക്കാത്ത ആരാ ഈ കേരളത്തിൽ പ്രതിപക്ഷത്തുള്ളത്? ഞങ്ങളുടെ കൂട്ടത്തിൽ അടിയേൽക്കാത്ത, ഇന്ന് കേരളത്തിൽ ഞങ്ങളുടെ മന്ത്രിമാരിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഒറ്റയാളുടെ പേര് പറയട്ടെ. കോൺഗ്രസ്സുകാരന് ഒരു ലാത്തി ചാർജ് ഏൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കരച്ചിൽ, അവന് ഭയങ്കര വേദന, നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്ന പോലെ വേദനയാണ്. ഇവിടെ സമരം ചെയ്താൽ പോലീസിന് ഇടപെടലുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ലാത്തി ചാർജ് ഉണ്ടാവുമല്ലോ. അത് ഗുരുതരമായാൽ അതിനേക്കാൾ ഗുരുതരമായ കാര്യം ഉണ്ടാവുമല്ലോ. അത് കണ്ടുകൊണ്ടല്ലേ അയാൾ സമരത്തിന് പോവുക. സമരത്തിന് പോകുന്നതും അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് അക്രമം തടയുന്നതും ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ എന്താ ഡ്യൂട്ടിയാണ് തങ്ങളുടെ കീഴിലുള്ള ആളെ രക്ഷിക്കുക എന്ന് പറയുന്നത്. കല്ലെറിയുക എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി അല്ല. ബസിന്റെ മേലെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ അവിടുത്തെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയതാണ്. വണ്ടിയുടെ സമീപത്തൊന്നും അപ്പോഴവരില്ല. വണ്ടി നിർത്തി അനിൽ കല്ലൂർ ഇറങ്ങി വന്ന് എന്താ ആ അടി തലയ്ക്കൊണ്ട് ആള് തട്ടിപ്പോവും. M പ്രകാശൻ, ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് ആ പണി ചെയ്തത്. എന്നിട്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. കേരളത്തില് ഒരുപാട് ആൾ തട്ടിപ്പോയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കത് വാർത്തയാവില്ല. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമുണ്ടാകും. കാരണം അടി കിട്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും പോലീസ് മർദ്ദനമേറ്റ ഒറ്റയാൾ പേര് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങളിൽ പോലീസ് മർദ്ദനമേൽക്കാത്ത ഒരു ഒറ്റയാളില്ല. അടിച്ചിരിക്കുന്നെല്ലാം UDF-ന്റെ കോൺഗ്രസിന്റെ പോലീസാ. നിങ്ങൾക്കത് വാർത്തയല്ല. ഞങ്ങളെ തല്ലിക്കൊന്നാൽ വാർത്തയല്ല. കാരണം ഞങ്ങൾ തല്ലി കൊല്ലേണ്ടവരാണല്ലോ. നിങ്ങളുടെ കുട്ടികൾ അവരെ മർദ്ദിച്ചാൽ വലിയ പ്രശ്നമാണ്. അങ്ങയുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ കാലത്ത് SFI കുട്ടികൾ അടികൊണ്ടപ്പോൾ DYFI അടികൊള്ളുമ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് രീതിയിൽ അതിനെ കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ പൂർവ്വകാല ഓർമ്മ എടുത്താൽ മനസ്സിലാവും. ഇതേപോലെ തന്നെ പോലീസ് അതിക്രമത്തെ ഇതേപോലെ അപലപിച്ച മാധ്യമങ്ങളാണെന്ന് മനസ്സിലാവും. CM പ്രകാശൻ, ഒരു ചുക്കുമില്ലെന്ന് നിങ്ങളെല്ലാം കുറെ കാലമായിട്ട് കേരളം കാണുന്നില്ലേ?
ഈ 24 ഹാഷ്മീനൊന്നും ഇന്ന് കാണുന്നില്ലല്ലോ കേരളം. ഇന്ന് കാണുന്നതല്ല പ്രകാശ് മാഷേ. കേരളം കൃത്യമായിട്ട് പ്രകാശ് മാഷേ, എന്നെ കേരളം ഇന്ന് കാണുന്നതല്ല. എന്നെ കേരളം ഇന്ന് കാണുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് കാലത്ത് കരുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഇൻട്രോ ഇവിടെ LDF അവരുടെ പ്രചരണ വാഹനത്തിൽ അതേ സ്ക്രിപ്റ്റ് എടുത്തിട്ട് വീഡിയോ ഞാൻ അങ്ങ് അയച്ചു തരാം. CM പ്രകാശൻ, കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല. പെരിങ്ങര സന്ദീപ് വധക്കേസിൽ ഞാൻ ചെയ്ത ഇൻട്രോ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളിൽ ചർച്ചയായത് ഞാൻ അങ്ങ് അയച്ചു തരാം. കേരളം എന്നെ ഇന്ന് കാണുന്നതല്ല. ഈ സർക്കാരിന് നല്ലതിനെ നല്ലതെന്നും CPM ചെയ്യുന്നതിന് നല്ലതെന്നും പറഞ്ഞ പല വീഡിയോകൾ ഇൻട്രോ ഞാൻ അങ്ങ് അയച്ചു തരാം. കേരളം എന്നെ ഇന്ന് ആദ്യം കാണുന്നതല്ല. പ്രകാശ് മാഷേ, ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി കൈവച്ചാൽ മതി. അതുകൊണ്ട് താങ്കൾ എനിക്ക് ചുമത്തി തന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ണാടി അങ്ങ് കൈവച്ചാൽ മതി. താങ്കൾ പറഞ്ഞു, CM പ്രകാശ് താങ്കൾ പറഞ്ഞു 5 പേര് കൂത്തുപറമ്പ് വെടിവെച്ച് മരിച്ച കാര്യം പറഞ്ഞില്ലേ? ആസ്മി നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം. നിങ്ങൾ രാഷ്ട്രീയ നേതാവൊന്നുമല്ല, നിങ്ങൾ ഒരു പത്രപ്രവർത്തക മാത്രമാണ്. നിങ്ങൾ എന്റെ ഓർമ്മശക്തിയെ വെല്ലുവിളിക്കാൻ നിങ്ങളാരാ? ഞാൻ വെല്ലുവിളിച്ചില്ല. ഞാനിവിടെ വന്നത് ഓർക്കണമെന്ന് പറഞ്ഞതാണ്. ഓർമ്മശക്തിയെ സംബന്ധിച്ച് നിങ്ങളാരാ? ഓർക്കണമെന്ന് പറഞ്ഞതാണ്. ഹാഷ്മിയെ ഈ കേരളം മാത്രമല്ല കാണുന്നത്. CM പ്രകാശൻ ഓർക്കണമെന്ന് പറഞ്ഞതാണ്. അത് ഓർക്കണമെന്ന് പറഞ്ഞതാണ്. അന്ന് ഓർക്കണമെന്ന് പറഞ്ഞതാണ്. സിന്ധു ജോയി സാർ, ഒടിഞ്ഞ കാലമായി സിന്ധു ജോയിയുടെ ചിത്രങ്ങൾ വന്ന പത്രം ഞാൻ അങ്ങ് അയച്ചു തരാം, ഓർമ്മക്കുറവുണ്ടെങ്കിൽ. ഒടിഞ്ഞ കാലമായി നിൽക്കുന്ന സിന്ധു ജോയിയുടെ ചിത്രം ഞാൻ അങ്ങ് അയച്ചു തരാം, ഓർമ്മക്കുറവുണ്ടെങ്കിൽ. VS ഇരുന്ന വേദിയിലേക്ക് വന്ന ഗ്രനേഡിനെ കുറിച്ച് എഴുതിയ മാധ്യമങ്ങളുടെ വാർത്ത ഞാൻ അയച്ചു തരാം, ഓർമ്മക്കുറവുണ്ടെങ്കിൽ. CM പ്രകാശൻ വെറുതെ അങ്ങ് പറയാവോ? 24 എന്താണ് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് ആർക്കും അറിയാത്തല്ല. എല്ലാവർക്കും അറിയാം. തന്നെ എത്ര മാർക്സിസ്റ്റ് വിരുദ്ധ മനസ്സുള്ള ആളാണ് ഹാഷ്മി എന്നുള്ളതും മലയാളിക്ക് അറിയാം. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തലാണത്. എന്താ സംശയം നിങ്ങൾക്ക്? M പ്രകാശനെ പോലെ മുതിർന്നൊരു നേതാവിന് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തലാണ്. എനിക്കെതിരെ മാർക്സിസ്റ്റ് വിരോധം ആരോപിക്കൽ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം. എന്റെ ചോദ്യം എന്താണ്? കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്നൊറ്റ ചോദ്യം അങ്ങനെ മറുപടിയില്ല. കേരളം മുഴുവൻ കണ്ട ഈ ദൃശ്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ല. മറുപടിയില്ലാത്തപ്പോൾ അങ്ങ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം മറ്റേ എന്നോട് കണ്ണട ഒക്കെ തരികയാണ്. അത് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് മാഷേ. ഞാൻ ഇതിന് ഉത്തരം പറയാം. നിങ്ങൾ എന്റെ വായി കയറി സംസാരിക്കരുത്. ഇല്ല, അങ്ങ് പറഞ്ഞാൽ മതി. മാധ്യമങ്ങൾ വരുന്ന വാർത്തയോ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ വെച്ചിട്ടല്ല ഞാൻ പറയാണ്. മാധ്യമങ്ങൾ വരുന്ന വാർത്തയോ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ അല്ല മുഖ്യമന്ത്രി കാണുക. മുഖ്യമന്ത്രിക്ക് ഒഫീഷ്യലായി വിവരം കൊടുക്കാൻ സംവിധാനമുണ്ട്. നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ഒഫീഷ്യൽ ഇൻഫർമേഷൻ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. എല്ലാം നിങ്ങൾ തെളിയിച്ചോളൂ കോടതി പോയിട്ട്. അതല്ലാതെ അദ്ദേഹം നിങ്ങൾ പറയണോ? നിങ്ങൾ കാണിക്കുന്ന വീഡിയോ അദ്ദേഹം ശരിയാണെന്ന് പറയണോ? അദ്ദേഹം ഈ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ തലവനാണ്. അദ്ദേഹത്തിന് എല്ലാ വിവരവും ഒഫീഷ്യലിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായ സംവിധാനമുണ്ട്. ഹാഷ്മിയെ കുറിച്ച് വിവരവും അദ്ദേഹത്തിന് കിട്ടും. അതെല്ലാം അത് വെച്ചിട്ടില്ലേ അദ്ദേഹം പറയുക, നിങ്ങൾ വീഡിയോ കാണിച്ചാൽ അത് മുഖ്യമന്ത്രി കണ്ടോളാം, നിങ്ങൾ വാർത്ത കാണിച്ചാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞ് അതിന്റെ മേലെ മറുപടി പറയണം. അതിങ്ങനെ ശരിയാവുക? മുഖ്യമന്ത്രിയാണ്, തലവനാണ്. താങ്കൾ ഈ പറയുന്നത് ഒരു മറുപടിയാണോ? ഒരു ഇടതുപക്ഷ നേതാവിന് ചേർന്ന മറുപടിയാണോ എന്ന് അങ്ങ് തന്നെ മറുപടി കഴിഞ്ഞ് ആലോചിക്കണേ CM പ്രകാശൻ. പിന്നെന്താ അങ്ങീ പറയുന്ന മറുപടി ഒരു ഇടതുപക്ഷത്തെ മുതിർന്ന നേതാവിന് ചേർന്ന മറുപടിയാണോ എന്ന് അങ്ങൊന്ന് ആലോചിച്ച് പറയണേ CM പ്രകാശൻ. ആലോചിച്ചാൽ മതി, പറയണ്ട. എന്റെ ഇടതുപക്ഷ യോഗ്യതയെ സംബന്ധിച്ചൊന്നും ഹാഷ്മി വിലയിരുത്തണ്ട. അതിനൊന്നല്ലോ ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. അതൊന്നും നിങ്ങൾ ചോദ്യം അധിക്ഷേപിക്കണ്ട. താങ്കൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തിമിരം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബാധ എന്നൊക്കെ കണ്ണട വെച്ച് തന്നാൽ എന്നെ കാണുന്ന പ്രേക്ഷകരൊന്നും വിശ്വസിക്കില്ല. മാഷ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നില്ല എന്റെ പ്രേക്ഷകർ, കേട്ടോ മാഷേ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഓക്കെ, ആയിക്കോട്ടെ. ശ്രീ റോജി M. ജോൺ, ശരി അങ്ങനെയൊക്കെ എത്താം. ഞാൻ അങ്ങനെയൊക്കെ എത്തും. ശരി, ഓക്കെ. ശ്രീ റോജി M. ജോൺ, ഇവിടെ മുഖ്യമന്ത്രിയെ കാണിക്കേണ്ട ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ളവർ മുഖ്യമന്ത്രിയെ കാണിക്കും. കേസുകാരുടെ കയ്യിലെ ഗോട്ടി മാത്രമേ മുഖ്യമന്ത്രിയെ കാണിക്കൂ. എന്താ ഛേദം ശ്രീ റോജി? ആര് ചോദിക്കാനുണ്ട് റോജി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാണില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇതൊന്നും കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ലല്ല. എം പ്രകാശ് മാഷ് പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു സംവിധാനമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് ഇപ്പൊ പത്രങ്ങളല്ല, ദൃശ്യമാധ്യമങ്ങളല്ല, മറ്റു വിഷ്വലല്ല, ഒന്നും കാണുന്ന രീതിയിലല്ല. മുഖ്യമന്ത്രിക്ക് ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കാണേണ്ട ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണിക്കാൻ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാന ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണിക്കുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രിയോട് കുറ്റമല്ല, ശ്രദ്ധയിൽപ്പെടില്ല റോജി.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇത് ശ്രദ്ധയിൽപ്പെടേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ സാധിക്കുമോ? ഇപ്പൊ അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രകാശൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊക്കെയാണ് മറുപടി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയിക്കോളാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് തന്നെ ഇവരുടെ ഒരു നിലപാട് എന്താണെന്നുള്ളതും ഈ സർക്കാരിന്റെ സമീപനം എന്താണെന്നുള്ളതും എന്താണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്നുള്ളതും സമരങ്ങളോടുള്ള സമീപനം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കോടതി പോയിട്ട് നീതി കിട്ടുമോ? എന്താണ് അവസ്ഥ? ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഈ അനിലിനും അതുപോലെ തന്നെ സന്ദീപിനുമെതിരെ എപ്പോഴാണ് കേസെടുക്കാനായിട്ട് തയ്യാറായത്? കോടതി പറഞ്ഞതിന് ശേഷമാണ് കേസെടുക്കാൻ തയ്യാറായത്. കോടതി പറഞ്ഞതിന് ശേഷം കേസെടുത്തിട്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചോ? അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടില്ല. വീണ്ടും കോടതി ഇടപെട്ടുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥര് നിയമസഭയ്ക്കകത്തും പുറത്തും കേരളം അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിനോടൊപ്പം നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് കോടതി പോയിക്കോ എന്ന് പറഞ്ഞിട്ട്, കോടതി പറഞ്ഞാൽ പോലും ഈ സംവിധാനം പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ പോലീസ് ഇടപെടില്ല എന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഭരണ സംവിധാനം, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണ്. കോടതിയിൽ എത്രയോ തവണ കോടതി വെച്ചിട്ട് മജിസ്ട്രേറ്റുമാര് അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തു, നിശിതമായിട്ട് വിമർശിച്ചു. കേസെടുക്കാത്തതിന്, അതായത് എത്രയോ കേസുകളിൽ ഈ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ, CPM പ്രവർത്തകർക്കെതിരെ, ഈ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു. എന്നിട്ട് പോലും ഇതൊന്നും കണ്ടില്ല, കേട്ടിട്ടില്ല, ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഉറക്കം നടിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം ഇത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല. പക്ഷെ അദ്ദേഹം ഈ അക്രമ പ്രവർത്തനങ്ങൾ യഥേഷ്ടം തുടർന്നുകൊള്ളുക. എനിക്കെതിരെ ആര് സമരം ചെയ്താലും അതിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും പാർട്ടിയും പോലീസും പ്രതിരോധിച്ചോളൂ എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കേരളത്തില് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കും പോലീസിനും കൊടുക്കുന്നത്. എന്ത് അക്രമം കാണിച്ചിട്ടായാലും ശരി, ആരുടെ തല്ലിപ്പൊളിച്ചിട്ടായാലും ശരി, ഏത് അംഗപരിമിതരായിട്ടുള്ള ആളുകൾ പോലും, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അജിമോൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം കാലിന്റെ മുട്ടിന് താഴെ വളർച്ചയില്ലാത്ത അംഗപരിമിതനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അദ്ദേഹത്തെ പോലും, ആ വ്യക്തിയെ പോലും യാതൊരു മാനുഷിക പരിഗണനയും കൂടാതെ വന്ന് തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർ ഒരു വശത്ത്, മറുവശത്ത് CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ. ഈ ഗുണ്ടകളെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തകരാണ് എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആ ജീവൻ രക്ഷാ മാതൃകയിൽ ഇന്ന് ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു, ഇന്ന് ആലപ്പുഴയിലാണോ, ആ ജീവൻ രക്ഷാ മാതൃകയിൽ ഒരു ക്ഷേത്രോത്സവത്തിനിടയിൽ ഒരാൾക്ക് ഹെൽമറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി, ഒരാൾ ആലപ്പുഴയിലാണ് ഹെൽമറ്റ് കൊണ്ട് തലക്കടിയേറ്റ് യുവാവ് മരിച്ചു. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശി നന്ദു ശിവാനന്ദാണ്. ഡിവൈഎഫ്ഐ തോട്ടപ്പള്ളി മേഖലാ പ്രസിഡന്റ് അടക്കം 5 പേരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃക തുടരുന്നുണ്ട്. ഞാൻ റോജി ഞാനെത്താം. ശരി, ശ്രീ ബി എൻ ഹസ്കർ എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകണ്ട, പെരിങ്ങര സന്ധി വാദത്തിലേക്ക് പോകണ്ട, അഭിമന്യു വാദത്തിലേക്കൊന്നും പോകണ്ട. ഈ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ മാസം ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാല SFI നടത്തിയ അത്യുജ്വലമായ ഗംഭീരമായ ഒരു സമരത്തിൽ ഞാൻ പറഞ്ഞൊരു ഇൻട്രോ ഇവിടെ സൈബർ മാധ്യമങ്ങളിൽ അവർ ആഘോഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരോടുകൂടി പറയൂ, എനിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബാധയാണെന്ന് പറയൂ. അപ്പോൾ അവരെ അനുകൂലിക്കുമ്പോൾ മാത്രം നമ്മൾ ഗംഭീരം, അവർക്കെതിരെ എന്തെങ്കിലും വിയോജിപ്പ് പറഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാപ്പ അടിച്ചങ്ങ് തരും, കൈ വെച്ചാൽ മതി ചാപ്പ. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ മുഖ്യമന്ത്രി ഒന്നും കാണുന്നില്ല. മുഖ്യമന്ത്രിക്ക് കാണാൻ പ്രത്യേക സംവിധാനമുണ്ട്, അതിൽ കൂടി മാത്രമേ മുഖ്യമന്ത്രി കാണൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, CPM-ന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും BJP-യുടെയും RSSന്റെയും DYFI-യുടെയും SFI-യുടെയും ഒക്കെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അങ്ങനെ ചില കാഴ്ചകൾ മാത്രം ഏക സ്ട്രീമിൽ കാണുന്നത് ജനാധിപത്യമാണോ ശ്രീ ബി എൻ ഹസ്കർ? ഹഷ്മി, മുഖ്യമന്ത്രി എന്തു കാണണം ഏതു കാണണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മാധ്യമങ്ങളല്ല. മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെതായ സോഴ്സുകളുണ്ട്, ആ സോഴ്സിലൂടെ അദ്ദേഹം കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ നൽകുന്ന വാർത്തകളും ദൃശ്യങ്ങളും മാത്രം കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കണമെന്ന് ശഠിക്കുന്നത് ജനാധിപത്യപരമല്ല. അതും ജനാധിപത്യപരമല്ലെന്ന് അങ്ങ് ഓർക്കുന്നത് നന്നായിരിക്കും. കാര്യം ജനാധിപത്യത്തിൽ കോടതി കേസെടുത്താൽ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുമോ? വ്യത്യാസങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. സർ, കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുമോ? 156(3) പ്രകാരം ഹാഷ്മി, സ്വകാര്യ അന്യായത്തിന്മേൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്ക് കൊടുക്കുന്നു, തുടർന്ന് SP-ക്കോ അസിസ്റ്റന്റ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ DYSP-ക്കോ പരാതി കൊടുക്കുന്നു. ആ പരാതികളുടെ രസീതുമായി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റ് CRPC 156(3) പ്രകാരം ആ കേസിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസിലേക്ക് അയക്കും. അതൊരു സ്വാഭാവിക നടപടിയാണ്. പോലീസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ FIR എടുക്കും. FIR എടുത്തു കഴിഞ്ഞാൽ ലളിതകുമാരി കേസ് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രിലിമിനറി എൻക്വയറി നടത്താം. അതിനുശേഷം ബന്ധപ്പെട്ട എതിർകക്ഷികളെ, പ്രതികളെ വിളിച്ചു വരുത്താം.
വിളിച്ചു വരുത്തി സത്യാവസ്ഥ ബോധ്യപ്പെടാം. അങ്ങയുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ, മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ, ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ 2 വ്യക്തികളെ, 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നതാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ഭരിക്കുന്നത് കോടതിയല്ല ശ്രീ ബി. ഈ പറയുന്ന പ്രവീൺ അടക്കമുള്ള നാട് ഭരിക്കുന്നത് ജുഡീഷ്യറി അല്ല. നാട് ഭരിക്കുന്നത് ജുഡീഷ്യറി അല്ല. നാട് ഭരിക്കുന്നത് കോടതിയല്ല. നാട് ഭരിക്കുന്നത് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ജനായത്ത സർക്കാരാണ്. ജനായത്ത സർക്കാർ ഭരിക്കുമ്പോൾ ഇതിനെല്ലാം പരിഹാരം കോടതിയിലാണ്. അങ്ങ് വക്കീലാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ട്. അത് ജനാധിപത്യ വശമാണ്. എല്ലാം കയറി നിയമാലയത്തെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യം കൂടിയല്ല ബി എൻ അസ്കർ. ജനാധിപത്യം എന്ന് പറയുന്നത് ജനായത്ത ഭരണം മാത്രമല്ലെന്നേ, ജുഡീഷ്യറിയും അതുപോലെ തന്നെ മാധ്യമങ്ങളും എക്സിക്യൂട്ടീവും കൂടെ ചേരുമ്പോഴേ ജനാധിപത്യം ആവുള്ളൂ. ലെജിസ്ലേച്ചർ മാത്രം തീരുമാനിച്ചാൽ ജനാധിപത്യം ആവില്ല, അത് ഏകപക്ഷീയമായി പോകും. ഈ 4 തൂണുകളും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യം ആവുള്ളൂ. ഞാൻ അങ്ങേ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങിപ്പോ 2 വിക്ടിംസിനെ കൊണ്ടുവന്നിരുത്തി ഈ ചർച്ച നടത്തി. അങ്ങ് തിരുവനന്തപുരത്ത് ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ ആയുർവേദ മെഡിക്കൽ കോളേജിലെ എണ്ണത്തോണിയിൽ ഒന്ന് പോകണം. ആ എണ്ണത്തോണിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടെന്നേ. ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ, അന്ന് ഡോക്ടർ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വിശ്വകരനായിരുന്നു അന്ന് കോളേജിന്റെ പ്രിൻസിപ്പൽ. ഞാനടക്കം 21 ദിവസം ആ എണ്ണത്തോണി കിടന്നിട്ടുണ്ട്. കരുണാകരന്റെ പോലീസിന്റെ തല്ലുകൊണ്ടിട്ടാ. അങ്ങനെ ആയിരക്കണക്കിന് പേർ അവിടെ കിടന്ന് വേദന കൊണ്ട് കണ്ണീർ വാർത്തതിന്റെ കഥ പറയാൻ ആ എണ്ണത്തോണിക്കാവും. ഒന്ന് പോയി നോക്കുന്നേ. അന്ന് ഒരു മാധ്യമ പ്രവർത്തകരും ക്യാമറയുമായി ആ കിടന്ന ആളുകളുടെ മുന്നിലേക്ക് വന്നില്ല. എത്ര ചാനലുണ്ട്, എത്ര ക്യാമറ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ബി എൻ അസ്കർ പൂർവ്വകാലത്തെ പ്രാകൃത എണ്ണത്തോടിയുടെ കാലം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ കാലത്ത് പുതിയ സംസ്കാരം ഉണ്ട് എന്ന് പറയുന്ന കാലത്ത് പുതിയ എണ്ണത്തോണി ഇറക്കലാണോ? അതാണ് അതിന് പരിഹാരം. ഞാൻ തിരികെ എത്തും ഹസ്കറിലേക്കാണ്. ശ്രീ എം പി പ്രവീണിലേക്കടക്കം, ശ്രീ പ്രകാശ മാഷിലേക്കടക്കം ഇടവേള. ശ്രീ എം പി പ്രവീൺ, ഇത്തരത്തിലൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി രേഖാമൂലം ധൈര്യപൂർവ്വം നിയമസഭയിൽ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? കോടതിയിലേക്ക് പോകാൻ പോകുന്നു. കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള വാദം മുഖ്യമന്ത്രിക്ക് സെറ്റ് എന്താണ് സെക്യൂരിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ആ സെക്യൂരിറ്റിയുടെ ഭാഗമായി സെക്യൂരിറ്റി ത്രെട്ടുണ്ടായപ്പോൾ ഇപ്പോൾ ആ മറുപടിയിൽ തന്നെ താങ്കളെ ചോദ്യത്തിന് കണ്ടുകൊണ്ടോന്ന് അറിയില്ല, മറുപടിയിൽ തന്നെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ ഇടപെടാൻ കഴിയും എന്ന് കോടതിയിൽ വാദിക്കാൻ പോകുന്നു. ഒരുപക്ഷെ കോടതി കേൾക്കാൻ പോകുന്നു. പ്രവീണിന്റെ കാര്യത്തിൽ അടക്കവും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്തു, അതല്ല എന്ന് വാദിക്കാൻ എന്തെങ്കിലും പ്രവീണിന്റെ പക്കലുണ്ടോ? ഇല്ല, നമുക്കറിയാം ഈ കേരളത്തിലെ നിഷ്പക്ഷമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഹാഷ്മിയെ പോലും ഈ അധികാരത്തിൻ്റെ 7.5 വർഷക്കാലമായി തുടരുന്ന രണ്ടാമത് ഈ ലഭിച്ച അധികാരം അത് ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ മുതിർന്ന ഒരു CPMൻ്റെ നേതാവ് ശ്രീ M പ്രകാശൻ മാസ്റ്റർ പോലെയുള്ള ഒരു നേതാവ് വന്നിരുന്ന് പരസ്യമായി ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് വിരട്ടുന്ന ഒരു ദാരുണമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബംഗാളിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. തൊട്ട് താഴെ ഇരിക്കുന്ന ഹസ്കറും പറഞ്ഞത് പ്രവീൺ അടക്കമുള്ളവർ ആദ്യമായി അടികൊള്ളുന്ന ഒരു സമരമാണ് ഇന്ന് നടന്നതെന്ന് പറയുകയുണ്ടായി. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ 9.5 വർഷക്കാലമായി നരേന്ദ്രമോദിക്കെതിരെയും 7.5 വർഷക്കാലമായി പിണറായി വിജയനെതിരെയും നിരന്തരമായി സമരം ചെയ്യുന്ന ആലപ്പുഴയിൽ എനിക്കെതിരെ തന്നെ 40-ലധികം കേസുകൾ ഈ 7.5 വർഷക്കാലത്തിനിടയിലുണ്ട്. ഞങ്ങൾ അടി വാങ്ങുന്നത് ആദ്യമായിട്ടുമല്ല. ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമരഭടന്മാർ ആരും തന്നെ കാസർഗോഡ് ജില്ലയിൽ നവകേരള ബസ്സിനെതിരെ കരിങ്കൊടി പ്രയോഗം നടത്തിയിരുന്നില്ല. അങ്ങ് കണ്ണൂരിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചത്. ആ സമരം ഇങ്ങനെ കടന്നു വന്ന് എറണാകുളത്തെത്തിയപ്പോൾ 10 അടി താഴ്ചയിലുള്ള കുഴിയിലേക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരെ DYFIയുടെ ജീവൻ രക്ഷാസേന അടിച്ച് താഴേക്ക് ഇടുന്ന വലിയ ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ആലപ്പുഴയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സമരത്തിന് തീ പടർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ മാക്കേൽ കടവിൽ നിന്ന് തുടങ്ങിയ ആ നവകേരള ബസ്സിൻ്റെ യാത്രയെ അതിശക്തമായി ആലപ്പുഴ ജില്ലയിൽ ഉടനീളം ഞങ്ങൾ എതിർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഗൺമാൻ അടക്കമുള്ളവർ അനിലും അതുപോലെ തന്നെ സന്ദീപ് എന്ന് പറയുന്ന 2 കമാൻഡോ അടക്കമുള്ളവർ അതിദാരുണമായി മർദ്ദിച്ചത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മർദ്ദനങ്ങളൊന്നും കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമോ കോൺഗ്രസിന്റെ യുവജന സംഘടനകളും KSU അടക്കമുള്ള സംഘടനകളുടെ സമരവീര്യമൊന്നും ചോരാൻ പോകുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഒരേ സമയം 2 സമരങ്ങൾ നടക്കുകയാണ് കേരളത്തിൽ. നവകേരള ബസ്സിനെതിരെ ഞാൻ സൂചിപ്പിച്ച് ഒന്നുകൂടെ പൂർത്തിയാക്കിയതിനു ശേഷം ഒരേ സമയം 2 സമരങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ നവകേരള ബസ്സിനെതിരെയും നവകേരള സദസ്സിനെതിരെയും സമരം നടത്തുമ്പോൾ ഗവർണർക്കെതിരെ ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ രാക്കാക്കി നടത്തുന്ന ഈ പൊറാട്ട് നാടക സമരം SFIയുടെ സമരത്തിൽ ആർഷോയും അതുപോലെ തന്നെ ആർഷോയെ അടക്കമുള്ള SFIയുടെ നേതാക്കന്മാർക്ക് പാൽക്കുപ്പി സമ്മാനിച്ചുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർ കടന്നു പോകുമ്പോൾ പൊക്കിയെടുത്ത് ഊഞ്ഞാലാട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ്.
അങ്ങനെയുള്ള ഒരു ദാക്ഷിണ്യവും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ല ഈ സമരത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ അടി ഭയന്നും ഉള്ള ഒരു രാഷ്ട്രീയ സമരത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നതുമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു വൈരാഗ്യം തീർക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ കൊല്ലുവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സമരത്തെ അടിച്ചമർത്തുന്ന പോലീസിന്റെ നയത്തെ അത് ജനാധിപത്യപരമായി, നിയമപരമായി, രാഷ്ട്രീയപരമായി കോടതികളിൽ ചോദ്യം ചെയ്ത് സംഘടനയ്ക്കുണ്ട് എന്ന് സൂചിപ്പിക്കുവാനാണ്. സി എം പ്രകാശൻ ഇവിടെ കോടതിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കോടതിയിൽ ഈ ദൃശ്യങ്ങളുണ്ടെങ്കിൽ പൂർത്തിയാക്കട്ടെ. മുഖ്യമന്ത്രി കാണാത്ത ദൃശ്യങ്ങൾ കോടതി കാണുന്നെങ്കിൽ കാണട്ടെ. നീതി കോടതി വഴി കിട്ടുന്നതിന് അങ്ങനെ കിട്ടട്ടെ. പക്ഷേ KSUക്കാരുടെ ഗോട്ടി മാത്രം മുഖ്യമന്ത്രിയെ കാണിക്കുന്ന ആ പ്രത്യേക സംവിധാനത്തിൽ ആരൊക്കെയാണുള്ളത് എന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ ശ്രീ എം പ്രകാശൻ? അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യം എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരാണെന്നുള്ളത് അതല്ല പരസ്യ രേഖയല്ലേ, അല്ല പബ്ലിക് ഡൊമൈനിലാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഒന്നാണ്, മാധ്യമ ചർച്ച കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുമുണ്ട്, ലോകത്തെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അവിടെയെല്ലാം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. വ്യത്യസ്ത എതിരഭിപ്രായമുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കും. മാധ്യമം മീഡിയേറ്ററാണ്. മീഡിയേറ്റർ പക്ഷം ചേരാറില്ല. രണ്ട് ഭാഗത്തുള്ള ഏറ്റവും മികച്ച ആളുകളോട് വാദം നടത്തിക്കോ. ഇത് മനസ്സിലാവേണ്ടത് പ്രേക്ഷകർക്കാണല്ലോ. ശരി ഏതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കും. അതിന് പകരം ഹാഷ്മിയെ പോലുള്ള ചെയ്യുന്നത് പക്ഷം ചേരുകയാണ്. നിങ്ങളുടെ പോയിന്റ് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെക്കാൾ ശക്തിയായി വാദിക്കുന്നത് നിങ്ങളാണ്. ഇത് അന്യായമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ പണിയല്ല. നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നു, കോൺഗ്രസിനെ വിളിക്കുന്നു, CPM വിളിക്കുന്നു, BJP വിളിക്കുന്നു. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ചോദിക്കുന്നത് തെറ്റില്ല. നിങ്ങൾ നിലപാടെടുത്ത് അത് സ്ഥാപിക്കാൻ ഞങ്ങളെ ചർച്ച പണി എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കില്ലെന്ന് വിനയപൂർവ്വം പറയണം. കാര്യം എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്, ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളാണ്, രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അങ്ങേക്ക് മാധ്യമപ്രവർത്തകരോട് പരമപുച്ഛമാണെങ്കിലും ഞാൻ രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ദയവേത് എന്നെ ജേർണലിസം പഠിപ്പിക്കില്ലെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങ് ചോദ്യത്തിലേക്ക് വരൂ ശ്രീ എം പ്രകാശൻ. അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഗോട്ടി മാത്രം കാണുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണോ ശ്രീ എം പ്രകാശൻ? അല്ല ഹാഷ്മി, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഞാനും ഒരു പത്രത്തിന്റെ മാനേജറായിട്ട് 7 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. മീഡിയ ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. പ്രസ് അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു 3 കൊല്ലക്കാരൻ ഞാൻ. അതുകൊണ്ട് പിന്നെന്താ ഞാൻ പറയുന്നത് എനിക്ക് രാഷ്ട്രീയക്കാരോട് ബഹുമാനമേ ഉള്ളൂ. എനിക്ക് രാഷ്ട്രീയക്കാരോട് ബഹുമാനമേ ഉള്ളൂ. അങ്ങേക്ക് മാധ്യമപ്രവർത്തകരോട് ഞാനടക്കമുള്ള സർക്കാരിനെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിച്ചാൽ മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കും, അങ്ങ് പുച്ഛിക്കും, അങ്ങ് എന്താണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാപ്പ അങ്ങ് അടിച്ചു തരും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എം പ്രകാശൻ അത് കേൾക്കാൻ ഞാൻ ചെയ്യുന്ന ജോലി ആർജവത്തോട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എം പ്രകാശൻ അങ്ങ് ചോദ്യത്തിലേക്ക് വരും. നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ സാധനമാക്കല്ലേ, നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വാക്തർക്കമാക്കി മാറ്റില്ല. താങ്കൾ തുടക്കം മുതൽ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ്. ശ്രീ എം പ്രകാശൻ, ഈ സർക്കാർ ഞാൻ വ്യക്തിപരം പറഞ്ഞില്ല. ഈ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾക്കെതിരെ, കോവിഡ് കാലത്ത് ചെയ്ത നല്ലതിനെതിരെ, മുഖ്യമന്ത്രിയുടെ കരുതലിനെതിരെ ശക്തിയുക്തം വീറോടെ വാദിച്ച ആളാണ് ഞാൻ. അത് പ്രകാശനെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അത് ശ്രീ പ്രകാശനെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതെന്റെ പ്രേക്ഷകർക്കറിയാം. എന്റെ മാധ്യമപ്രവർത്തനം ഇഷ്യൂ ബേസ്ഡ് ആണെന്നും ഒരു നിലപാടെടുത്ത് തന്നെയാണ് മാധ്യമപ്രവർത്തനം നടത്തുക. ഒരു ഇഷ്യൂവിൽ അത് ശ്രീ എം പ്രകാശനെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്കില്ല. മാഷേ, എന്ത് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്, എന്തിനാണ് വിരട്ട്? എം പ്രകാശൻ മാഷ് എന്തിനാണ് ഈ വിരട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അങ്ങ് ആരെയാണ് പേടിപ്പിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ തുടക്കം മുതൽ, താങ്കൾ ഈ ചർച്ചയുടെ ആദ്യ സെക്കൻഡ് മുതൽ തുടങ്ങിയ പേടിപ്പിക്കലാണിത്. അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അങ്ങ് പറയൂ. പ്രകാശൻ മാസ്റ്റർ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അതിഥിയായിട്ട് നിങ്ങൾ വിളിച്ചാണ് ഞാൻ വരുന്നത്. സമ്മതിക്കുമല്ലോ. എന്റെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാനും എനിക്ക് ഈ കാര്യത്തിലുള്ള വിജ്ഞാനം പരിശോധിക്കാനും നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്റെ നിലപാടുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാം. പത്രമേഖലക്കകത്ത് എന്റെ പ്രാവീണ്യത്തെ നമ്മുടെ വിഷയം കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതല്ല. 7 വർഷക്കാലം ഒരു നമ്മുടെ ഇന്നത്തെ വിഷയം കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതല്ല. അറിയാത്ത ആൾ ശ്രീ എം പ്രകാശൻ, താങ്കൾ തുടക്കം മുതൽ, ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, താങ്കൾ എന്റെ അതിഥിയാണ്. താങ്കൾക്ക് സംസാരിക്കാൻ സമയം തരുന്നത് എന്റെ കടമയാണ്. ഞാൻ തരുമ്പോഴൊക്കെ താങ്കൾ തുടക്കം മുതൽ എന്നിലെ മാധ്യമപ്രവർത്തനെ വേട്ടയാടുകയാണ്. ശ്രീ എം പ്രകാശൻ
താങ്കൾ അധികം വർഷം മുന്നിലേക്ക് പോകണമെന്ന് പിന്നെയും പറയുകയാണ്. ഏറ്റവും ഒടുവിൽ SFI ഗവർണർക്കെതിരായ സമരത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട്, ഗവർണർ അല്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാന ധനപ്രതിസന്ധിയിൽ ഞാൻ എടുക്കുന്ന നിലപാട്, ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഞാൻ എടുക്കുന്ന നിലപാട്, അന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് നിയമസഭാ തൊട്ട് മുമ്പ് ഞാൻ എടുത്ത നിലപാട്, കോവിഡ് കാല നിലപാടൊക്കെ എനിക്ക് ശ്രീ എം പ്രകാശനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി എം പ്രകാശ് എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാപ്പയും കടിച്ചു തന്നാൽ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് അങ്ങ് വിഷയത്തിലേക്ക് വാ. ശ്രീ എം പ്രകാശൻ KSUക്കാരന്റെ കയ്യിലെ ഗോട്ടി മാത്രം കാണുന്ന മുഖ്യമന്ത്രി ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പാടുണ്ടോ? അതാണ് ചോദ്യം. ഇങ്ങക്ക് അഭിപ്രായം ഉണ്ടാവാൻ പാടില്ലെന്ന്, എനിക്ക് അഭിപ്രായം ഉണ്ട് പാടുണ്ടെന്ന്. ആ പറയാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഹാഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, മീഡിയാസ് ചെയ്യേണ്ട കാര്യമല്ല 24 ചെയ്യുന്നത്. പൊന്നു സാറേ, മാധ്യമ നൈതികതയല്ല ഇന്നത്തെ വിഷയം. ഒരു പങ്കുണ്ട് സാർ. മാധ്യമ നൈതികതയും കേരളവും എന്ന വിഷയത്തിലല്ല നമ്മൾ ചർച്ച നടത്തുന്നത്. ഞാൻ അങ്ങോട്ട് വിഷയം പറഞ്ഞതാണ്. ചോദ്യോത്തരം, നമ്മുടെ സഭയിലെ ചോദ്യോത്തരമുണ്ട്. ചോദ്യോത്തരത്തിൽ മുഖ്യമന്ത്രി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്ന മറുപടി ഉണ്ട്. ഇതടക്കമാണ് നമ്മുടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലാക്കിയൊന്നുമില്ല ഹാഷ്മി. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വിഷയം എടുക്കുന്ന തന്നെ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ കേരളത്തിൽ എത്രയോ സമരങ്ങൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ലാത്തി ചാർജ് ഉണ്ടാവുന്നു, കേസെടുക്കുന്നു. നിങ്ങൾ 4ാമത്തെ തവണയാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്താ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരോട് ഇത്ര വലിയ ഒരു സ്നേഹം, ജനാധിപത്യത്തോട് ഇപ്പോഴും മാത്രം ഒരു വലിയ പ്രേമം വരുന്നത്? ഒരു പുതിയ കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനിതാ പറഞ്ഞത്, പോലീസുകാരുടെ മർദ്ദനമേൽക്കാത്ത ഒറ്റയാള് ഞങ്ങളുടെ കൂട്ടത്തിലില്ല, ജയിലിൽ കിടക്കാത്ത ഒറ്റയാള് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ആദ്യം പൈശാചികമായിട്ട് ഞങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊന്നും വാർത്തയല്ല. നിങ്ങൾക്ക് വാർത്തയാവുന്നത് കോൺഗ്രസ്സുകാരന് ഒരു ലാത്തി ചാർജ് കിട്ടിയാൽ അത് വാർത്തയാണ്. അതിന് മസിലിൽ പെയിൻ ഉണ്ടായാൽ നിങ്ങൾക്ക് വാർത്തയാണ്. ഞങ്ങൾ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടവരുടെ പാർട്ടിയാണ്. ഒരുപാട് ആളുകൾ ജയിലിൽ കിടന്ന് മരിച്ചവരുടെ പാർട്ടിയാണ്. ഇവിടെ നിങ്ങൾക്കറിയാലോ, MABയുടെ വായിലേക്ക് കല്ല് തിരികിയിട്ടുണ്ട് കേരളത്തിലെ പോലീസ്. അതുപോലെ തന്നെ കേരളത്തിൽ സുശീല ഗോപാലിനെ ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷിയാണല്ലോ. ഞങ്ങൾ എന്തോ അന്യായം നടത്തുന്നു, കേരളത്തിലെ ഈ ഗവൺമെന്റ് പോലീസ് മാത്രം മോശം, അങ്ങനെ എങ്ങനെ ശരിയാവുക? ഇവിടെ കേരളത്തിൽ പോലീസ് എന്ന് പറയുന്നത് ഇപ്പോഴും മാത്രമല്ല, എല്ലാ ഗവൺമെന്റ് കാലത്ത് പോലീസ് ഉണ്ടല്ലോ. ചെയ്യുന്ന കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആവർത്തിക്കുന്നത്, പ്രാകൃതമായ രീതിയിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ എണ്ണത്തോണുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആൾക്കാരെ ഉരുട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ, ആൾക്കാരെ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാർബൺ കോപ്പി ആവണോ എല്ലാ കാലത്തെയും പോലീസ് എന്നാണ് ചോദ്യം. ഉമ്മൻചാണ്ടിയുടെ പോലീസ് വേട്ടയായിട്ടുണ്ടെങ്കിൽ അതേ മാതൃകയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ വേട്ടയാടണം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ശ്രീ എം പ്രകാശൻ? അല്ല, അതേ നിയമമാണ്, പോലീസിന് അതേ നിയമമാണ്. നിയമം മാറിയിട്ടില്ല. ഉമ്മൻചാണ്ടി പ്രാകൃത കാലത്താണോ ഭരിച്ചത് ഈ കേരളം? അദ്ദേഹം ഭരിച്ചിട്ട് 7 കൊല്ലല്ലേ ആവുന്നുള്ളൂ. CRPC തന്നെയാണ്. പോലീസ് മാറുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, പോലീസ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. 7 വർഷം ആഭ്യന്തര വകുപ്പ് ഭരിച്ച മുഖ്യമന്ത്രിയുടെ കീഴിലും പോലീസ് മാറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങ് 7 വർഷക്കാലവും ആഭ്യന്തരവും മുഖ്യമന്ത്രി നേരിട്ട് ഭരിച്ചിട്ടും എത്ര കഴിവുള്ള മുഖ്യമന്ത്രിയാണെങ്കിലും പോലീസ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എം പ്രകാശൻ. പോലീസ് മാറിയിട്ടുണ്ട്. ഒരൊറ്റ വെടിവെപ്പില്ല, ഒരൊറ്റ ലോക്കപ്പ് കൊലപാതകമില്ല കേരളത്തിൽ. എന്നു ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്റെ നിങ്ങളുടെ പ്രസ്താവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അതേ പോലീസും അതേ നിയമമാണ്, നിയമത്തിലൊന്നും മാറ്റമില്ല. എന്നാൽ കഴിഞ്ഞ 7.5 കൊല്ലക്കാലം ഒരൊറ്റ വെടിവെപ്പില്ല, ലോക്കപ്പിനകത്ത് കൊലപാതകമില്ല. പോലീസുകാർ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ കേസെടുക്കും, അവർക്കെതിരെ നടപടി സ്വീകരിക്കും. ആക്രോശിക്കുന്നത് കേൾക്കാനല്ല മറ്റുള്ളവർ അതുകൊണ്ട് അദ്ദേഹത്തോട് കുറച്ചു നേരം മറ്റുള്ളവരുടെ അഭിപ്രായത്തിലേക്ക് സാവകാശം കൊടുക്കണം. ഇന്നിപ്പോൾ സഭയിൽ ശ്രീ റോജിയം ജോൺ ഇന്നിപ്പോൾ സഭയിൽ ഇപ്പോൾ കേരളത്തിൽ പല ആശുപത്രികളിലും ഗുരുതരമായ മരുന്നുക്ഷാമമുണ്ട് എന്ന് ഒരു മാധ്യമത്തിലല്ല, ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതിനെപ്പറ്റി പ്രതിപക്ഷം ചോദ്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി പറയുകയാണ് ഇതൊക്കെ മാധ്യമ അജണ്ട. എന്നാൽ എല്ലാ മാധ്യമങ്ങളും, പാർട്ടി മുഖപത്രം അല്ലാത്തുള്ള എല്ലാ മാധ്യമങ്ങളും മാധ്യമ അജണ്ട, അത് നിരാകരിച്ചു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അവിടെ ആത്മഹത്യ, ആരുടെ? ജോസഫിന്റെ, പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ഒരു പരമസാധു മനുഷ്യന്റെ ആത്മഹത്യ. വയ്യാതെ വടിയും കുത്തിപ്പിടിച്ച് എന്താണ് പഞ്ചായത്ത് ഓഫീസ് കയറിപ്പോയി കത്ത് കൊടുത്താണ്. തൂങ്ങിച്ചാവല്ല മറ്റു വഴിയില്ല എന്ന് കത്ത് കൊടുത്താണ്. കത്ത് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തു. എന്താണ് ബാലഗോപാൽ പറയും ആ ആത്മഹത്യക്ക് കാരണം പെൻഷനല്ല. പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം വന്നാൽ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിരാകരണ സഭ, റോജി, ഒരു നിരാകരണ സഭ. ഹാഷ്മി, ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിലും പോലീസിന്റെ അക്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രീ എം പ്രകാശൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതായിട്ടുണ്ട്. ഒരു സമരം ഉണ്ടാകുന്നു, അതിൽ പോലീസ് നടപടിയെടുക്കുന്നു എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. സമരമുണ്ടാകുമ്പോൾ അതിന് പോലീസിനോടൊപ്പം പാർട്ടി പ്രവർത്തകരും കൂടി ഈ സമരക്കാരെ മർദ്ദിക്കുക എന്നുള്ള ഒരു രീതി കേരളത്തിൽ എപ്പോഴാണ് ഉണ്ടായത്? അത് ഏതെങ്കിലും കാലത്ത് മുൻപുണ്ടായിട്ടുണ്ടോ?
പോലീസ് സമരക്കാരെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ തടുത്തു നിർത്തുന്നു, അവരെ പിടിച്ചു നിർത്തുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൽ സംഭവിക്കാം. പോലീസ് പിടിച്ചു നിർത്തുന്ന ആളുകളെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വന്നിട്ട് ഡിവൈഎഫ്ഐക്കാരും CPM-കാരും കൂടി ആക്രമിക്കുവാനായിട്ട് ഈ പോലീസിന്റെ ചുമതല ഡിവൈഎഫ്ഐക്കും CPM-നും ഏത് കാലത്താണ് ഏത് സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്? ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് CPM സമരം നടത്തുമ്പോൾ അതിന് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും വന്നിട്ട് CPM-കാരെ തല്ലാനായിട്ട് വരുന്നുണ്ടോ? അപ്പൊ ഇവിടെ പോലീസിനെ ഒരു വശത്തെ കയറൂരി വിട്ടിരിക്കുന്നു. പോലീസ് തല്ലുന്നത് പോരാഞ്ഞിട്ട് കൂടെ തല്ലാനായിട്ട് CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകളെ കൂടി കയറൂരി വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ മുൻപെങ്കും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയാണ്. മുഖ്യമന്ത്രി കണ്ടിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് ആരെയൊക്കെ അതല്ലേ? ഇനി യൂത്ത് കോൺഗ്രസ്സുകാരും KSU-കാരും മാത്രമാണോ തല്ലിയത്? നവകേരള സദസ്സിനെതിരെ ഒരു ചായക്കടയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ഒരു 72 വയസ്സുകാരനെ CITUവിന്റെ ആളുകൾ തല്ലിയത് ഇതേ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെയല്ല റിപ്പോർട്ട് ചെയ്തത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ ഈ മുഖ്യമന്ത്രിയുടെ കൂടത്തിൽ സുരക്ഷയിലുള്ള ആള് പോലീസുകാരൻ കഴുത്തിന് പിടിച്ച് ഞെക്കുന്ന കാഴ്ച മുഴുവൻ ചാനലുകളിലും കണ്ടല്ലോ. അത് മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ നടന്നേച്ചിട്ട് അദ്ദേഹം ഒരു കൊലച്ചിരിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന കാഴ്ചയും നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഇനി അതും പോട്ടെ, ഇനി മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് അവിടെ കോൺഗ്രസ്സുകാരാണ് പ്രതിഷേധിക്കാൻ വന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ തന്നെ ഈ CPM-ന്റെ ആളുകൾ മറ്റ് ഡിവൈഎഫ്ഐക്കാർ കൂടി മർദ്ദിച്ച് അവശനാക്കി ദയനീയമായിട്ട് മർദ്ദിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടല്ലേ. അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങളെല്ലാവരും കണ്ട. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ CPM-കാരനാണോ? അപ്പൊ അങ്ങനെ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ മർദ്ദിക്കുവാനായിട്ട് അവരെ ക്രൂരമായിട്ട് തല്ലി ഒതുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം കൊട്ടേഷൻ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി കലാപാഹ്വാനം നടത്തി പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ഇതിനു മുൻപെങ്ങും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കേരളത്തിൽ മരുന്നില്ല, ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് കൊടുത്ത ആളുകൾക്ക് കൊടുക്കാൻ പണമില്ല, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ്, ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകൾ മുടങ്ങിക്കിടക്കുകയാണ്. ആശുപത്രികളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മരുന്നില്ല എന്ന് പറഞ്ഞ് രോഗികൾ തന്നെ നിരവധി ആശുപത്രികൾക്ക് മുമ്പിൽ സമരമിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം പറയുമ്പോഴും ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വശത്ത്. അതേ ഭാഷയിൽ തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മറുപടി പറയുന്നു. ഇതാ ഞാൻ വേണമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മറുപടി, നിയമസഭയിൽ കിട്ടിയിരിക്കുന്ന ഒരു മറുപടി വേണമെങ്കിൽ കാണാം. നാളെ മിക്കവാറും മാധ്യമങ്ങൾ ഇത് വരും. സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി GR അനിൽ പറഞ്ഞിരിക്കുന്ന മറുപടി, അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നീ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തതിന്റെ കുടിശ്ശിക പൂർണ്ണമായും നൽകാത്തത് മൂലം ടീ ഇനങ്ങളുടെ വിതരണക്കാരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ടെൻഡറുകളിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണെന്ന്. അതായത് സപ്ലൈകോയുടെ കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ട് കരാറുകാര് ടെൻഡറിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്ന് ഇന്ന് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഞങ്ങൾക്ക് നൽകിയ മറുപടിയാണ്. ഇനി നാളെ മുഖ്യമന്ത്രി പറയും, അല്ലെങ്കിൽ നാളെ ഇതേ മന്ത്രിമാർ തന്നെ പറയും ഇതൊന്നും ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ പെൻഷൻ മുടങ്ങിയതായാലും മരുന്ന് മുടങ്ങിയതായാലും ഈ സംവിധാനങ്ങളെല്ലാം താറുമാറായതാണെങ്കിലും അതൊന്നും ഈ കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടില്ല, ഈ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടില്ല. അവരുടെ ശ്രദ്ധയിൽ വേറെ പലതുമാണ്. അവരുടെ ശ്രദ്ധയിൽ ഇവിടെ ആഘോഷങ്ങളാണ്. അവരുടെ ശ്രദ്ധയിൽ അവർക്ക് താല്പര്യം ഇവിടെ ദൂർത്തിലാണ്, ഇവിടെ അഴിമതിയിലാണ് അവരുടെ താല്പര്യങ്ങൾ. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് ഈ സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എവിടെ സമയം? ഈ സാധാരണക്കാരൻ തല്ലുകൊള്ളുന്നത് കാണാനായിട്ട് എവിടെ സമയം? ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് കാണാനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് എവിടെ സമയം? ഇതെല്ലാം കാണാത്ത തിമിരം ബാധിച്ച സെലക്റ്റീവ് തിമിരം എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. സെലക്റ്റീവ് അമ്നീഷ്യ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള തിമിരം ബാധിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ശ്രീ പ്രകാശ് മാഷ് ഇവിടെ എന്തൊക്കെ രോഷം കൊണ്ടാലും ഇതെല്ലാം കാണുന്ന ഒരു വിഭാഗം ജനം കേരളത്തിലുണ്ട്. 50 ലക്ഷത്തിലോളം അധികം ആളുകൾക്കാണ് പെൻഷൻ കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നത്. അവിടെ മുടങ്ങിക്കിടക്കുമ്പോഴാണ് ഇവിടെ കേരളീയം പോലുള്ള പരിപാടികൾ നടത്തി, ആഘോഷം നടത്തി, ദൂർത്ത് നടത്തി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. ശരി, ശ്രീ BN ഭാസ്കർ, ഇവിടെ KSU പ്രവർത്തകരുടെ കയ്യിലെ 5 6 ഗോട്ടി മുഖ്യമന്ത്രി കൃത്യമായി സൂക്ഷ്മമായി കാണുന്നുണ്ട്. KSU പ്രവർത്തകർ പോലീസിനെതിരെ വിളിക്കുന്ന ആക്രോശങ്ങൾ എന്ന് വേണ്ടി വന്നാൽ എന്താണ് തെറി എന്ന് വേണേൽ പറയാം. അത് മുഖ്യമന്ത്രി സൂക്ഷ്മമായി കൃത്യമായി കേൾക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി ഓർത്ത് കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. അതടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഭീമാകാരമായ ഇത്തരം മർദ്ദന ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് താങ്കൾ പറയാം. മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം ഏത് ദൃശ്യം കാണണമെന്ന്. പക്ഷെ അത് കണ്ടിട്ടില്ല എന്നങ്ങ് വെറുതെ പറഞ്ഞാൽ കേരളം കഴിക്കുന്ന അയ്യാഹാരമാണ്. ശ്രീ അസ്കർ, ഹാഷ്മി, അങ്ങ് കഴിഞ്ഞ 7.5 കൊല്ലക്കാലത്തെ കേരളത്തിലെ പോലീസിങ്ങിനെ സംബന്ധിച്ച് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ കമ്പാരിറ്റീവ് സ്റ്റഡി മുൻകാലങ്ങളിൽ UDF ഗവൺമെന്റുകളുമായിട്ടായിരിക്കണം നടത്തേണ്ടത്. ജീവിതത്തിൽ ആദ്യമായി തല്ലുകൊള്ളുമ്പോൾ, അതും ഒരു മുദ്രാവാക്യമില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ സമരം. എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? പ്രിവെന്റീവ് അറസ്റ്റ് ആണോ?
പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തതാണോ അവരുടെ സമരങ്ങൾക്ക് ആധാരമായി കരുതാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഇന്നലെയും കോഴിക്കോടും SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ നടത്തിയിട്ടുള്ള സമരത്തിന് പ്രിവെന്റീവ് അറസ്റ്റിന്റെ ഭാഷ്യം പറഞ്ഞൂടെ? അവരെ റിമൂവ് ചെയ്തല്ലേ മാറ്റിയത്? അവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തല്ലേ പോലീസ് മാറ്റിയത്? അപ്പൊ പ്രിവെന്റീവ് അറസ്റ്റിന് വേണ്ടി പൊതുമുതൽ നശിപ്പിക്കുകയാണോ സമരം ചെയ്യുക? രാജ്യം തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതൊരു മുദ്രാവാക്യമായി യൂത്ത് കോൺഗ്രസുകാർ ഒരു സമരം നടത്തിയിരുന്നെങ്കിൽ ആ സമരത്തിന് ഞങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകുമായിരുന്നേ. ഞങ്ങൾ ആ സമരത്തിലെ പോലീസ് ഏതെങ്കിലും തരത്തിൽ രക്തത്തിൽ കൊല്ലാൻ ശ്രമിച്ചാൽ അതിനെതിരെ ഞങ്ങളൊക്കെ വർത്തമാനം പറയുന്നത് ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ ഡൽഹിയിലെ കാര്യം പറയാതെ കേരളത്തിലെ കാര്യം പറയുന്നേ. കേരളത്തെ സാമ്പത്തികമായി അവഗണന നടത്തുന്ന ഘട്ടത്തിൽ കേരളത്തോട് കേന്ദ്രം നിങ്ങളെ സംബന്ധിച്ച് ഈ ഹസ്കറിനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ രാജ്യത്തെ കാര്യം പറയാം, കേരളത്തിലെ കാര്യം പറ. കേരളത്തിലെ കാര്യം പറയാം. കേരളം മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ കടന്ന് പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ എവിടെ ഇരുന്ന് വെച്ചിട്ട് പറയുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിൽ സമരം ചെയ്യണം, രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ സമരം ചെയ്യണം. അങ്ങനെ ഡൽഹിയിലും രാജ്യത്തിന്റെ തെരുവോരങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെയും ഈ തൊഴിലില്ലായ്മയ്ക്കെതിരെയും BJPക്കെതിരെയും ഒക്കെ സമരം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. മിസ്റ്റർ ഹസ്കർ, നിങ്ങൾ എവിടെയാണ് സമരം ചെയ്യുന്നത്? നിങ്ങൾ തിരുവനന്തപുരത്തിരുന്ന് പോലീസിന്റെ സംരക്ഷണയിൽ പോലീസ് കവചമൊരുക്കി ഗവർണറുടെ മുമ്പില് പോലീസ് കവചമൊരുക്കി SFIക്കാരെ അണിനിരത്തി നിർത്തിയിട്ട് സമരം നാടകം നടത്തുന്ന നിങ്ങളാണോ രാജ്യത്ത് ഈ BJP സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തുന്ന സമരങ്ങളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി സമരം നടത്താൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സമരം നടത്താൻ അവശേഷിക്കുന്നത് ഈ യൂത്ത് ഇന്ത്യ മൊത്തം യാത്ര നടത്തിയിട്ട് നിങ്ങളൊന്നും ഒരു സ്ഥലത്തുമില്ല. സഖ്യകക്ഷികൾ കൂടി കൊഴിഞ്ഞു പോകുന്നേ. ദാണ്ട ബംഗാളിലെത്തിയിട്ട് ഭക്ഷണത്തിന് ഇരിക്കേണ്ട സ്ഥലം പോലും മമത വിട്ടുകൊടുക്കുന്നില്ല. അതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ എന്നിട്ടാ ഞങ്ങളെ കുറ്റം പറയുന്നത്? ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമായി. ഈ സഖ്യം ഉണ്ടാവരുത് എന്നും ഇവിടെ BJPക്കെതിരെ ഒരു മുന്നണി ഉണ്ടാവരുത് എന്നും ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഈ ഹസ്കറിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഇപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കും. അത് BJPയുടെ ആഗ്രഹമാണ് സഖ്യം ഉണ്ടാവരുത് എന്നുള്ളത്. ഈ സഖ്യം ഇന്ത്യയിൽ പ്രതിപക്ഷ സഖ്യം ഉണ്ടാവണമെന്നും ഇന്ത്യയിൽ പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാക്കിയത് ആരാണെന്നേ? സഖാവ് സുർജിത്തായിരുന്നു. UPS സഖ്യം ഉണ്ടാക്കിയ സുർജിത്തായിരുന്നു. ഇപ്പോ ഈ സഖ്യത്തിന്റെയും മുന്നിൽ നിൽക്കുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയാണെന്നേ. നിങ്ങൾ അതൊക്കെ കാണാതെ പോകരുത്. ചരിത്രം എത്ര കാലം പിന്നോട്ട് പോയാലും ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും പ്രസക്തി ഇന്ത്യയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതുണ്ടാക്കിയത് സുർജിത്താണ്. സുർജിത്തൊക്കെ അതിന്റെ അങ്ങനല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട റോജി. ഇന്ത്യയിൽ അല്ല, കേരളത്തിലെ കാര്യം തന്നെ വരാം. കേരളത്തോട് കേന്ദ്രം നടത്തുന്ന അവഗണന ഉണ്ടെന്ന് എല്ലാവർക്കും പറയാൻ കഴിയുന്നുണ്ടല്ലോ. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്, വസ്തുത തന്നെയാണ്. പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്താ? കേന്ദ്രം കേരളത്തിന് നൽകേണ്ട കൃത്യമായ നിങ്ങളുടെ അഴിമതിയും ഇതിന്റെ മുഖ്യ കാരണം കേന്ദ്രത്തിന്റെ അവഗണന. അതിന്റെ രണ്ടാമത്തെ കാരണം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഓഫ് ബജറ്റ് ബോറോവിംഗ് നടത്തിയപ്പോൾ ഞങ്ങൾ തന്നെ സർക്കാരിന്റെ കടമായിട്ട് വരുമെന്ന് നികുതി വിഹിതം ഗണ്യമായി കുറഞ്ഞടക്കം, ഗ്രാൻഡിംഗ് എയ്ഡ് കുറഞ്ഞടക്കം, ഏറ്റവും ഒടുവിൽ ഈ ക്ഷേമ പെൻഷനടക്കം കേന്ദ്രം കൊടുക്കേണ്ട പണം ഇതുവരെ കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട തുച്ഛമായ പണമാണെങ്കിൽ കൂടിയും അതും എത്ര 300 കോടി കടമാണ്. കേന്ദ്രത്തിന്റെ അവഗണന ഒരു വശത്ത്, മറുവശത്ത് ഇവരുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും അഴിമതിയും ധൂർത്തും. അതില്ലാന്ന് പറയാൻ പറ്റുമോ? വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേള. പ്രകാശ് മാഷിലേക്കാണ്, പ്രവീണിലേക്കാണ്. പ്രവീൺ, ചുരുങ്ങിയ സമയമുള്ളൂ. തല്ല് കൊള്ളാത്തവർ തല്ല് കൊണ്ടപ്പോഴുണ്ടായ വിഹുവതയാണോ? അങ്ങനെ ഒരിക്കലുമല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ CRPF-നെ കണ്ടപ്പോൾ ഇന്നലെ വരെ ഗവർണറെ കരിങ്കൊടി കാണിച്ചിരുന്നവർ ഇന്ന് മാളത്തിൽ വിളിച്ചിരിക്കുന്ന കാഴ്ചയാണ് SFIയുടെ DYFIയുടെ സംബന്ധിച്ച് കാണാനുള്ളത്. ഞങ്ങൾ ഡൽഹിയിൽ നേരത്തെ പ്രിയപ്പെട്ട റോജി ജോൺ MLA പറഞ്ഞതുപോലെ ഡൽഹിയിലെ CRPF-നെതിരെയും
കേരളത്തിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കിരാതമായ ഈ പോലീസ് ഇത്രയും 2024 പോലെയുള്ള ഒരു കാലഘട്ടത്തിലെ നവീനമായ ആശയങ്ങളുള്ള പോലീസിംഗ് നടക്കുന്ന സംവിധാനത്തിൽ പോലും ഇത്രയും കിരാതമായ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് കേരളത്തിലെ പോലീസിനെയും ഗുണ്ടകളെയും നേരിട്ടുകൊണ്ട് സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് എന്ന് എല്ലാ പൊതുസമൂഹത്തിനും നല്ല അറിയാവുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലായാലും കേരളത്തിലായാലും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയും ശ്രീപ്രകാശൻ നിയമസഭയിലെ കാര്യമടക്കം റോജി എം ജോൺ പറഞ്ഞതിന് മറുപടി. അത് ജനങ്ങൾ കോൺഗ്രസിൻ്റെയും ഹാഷ്മിയുടെയും വാദം പ്രേക്ഷകർ വിശ്വസിക്കണമെങ്കിൽ 2016 കേരളം ഉണ്ടായത് എന്ന് വിചാരിക്കണം. 2016 മുമ്പുള്ള ആശുപത്രിയിൽ ഒരു മനുഷ്യൻ പോകാറില്ല, ഡോക്ടറില്ല, മരുന്നില്ല. അവിടെയുള്ള മാവേലി സ്റ്റോറും മാറാലിട്ട് കിടക്കുകയാണ്. അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. 2016 സ്കൂളിൽ നിന്ന് മരിച്ചവൻ്റെ തലയിൽ നിന്ന് പേൻ ഇറങ്ങിപ്പോകുന്ന പോലെ കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന കാലമാണ്. 30 ലക്ഷം പേർക്ക് 18 മാസക്കാലം പെൻഷൻ കൊടുത്തില്ല. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു, ഒരുപാട് മികവുണ്ടായി. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രത്യേകമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തിന് പഞ്ഞമുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്. ഞങ്ങളക്കാര്യം വരെ ജനങ്ങളോട് തുറന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം കൊടുക്കാൻ മാക്സിമം നടത്തും. ധനകാര്യമന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല. ഈ ആവർത്തിച്ച് കള്ളം 2016 മുമ്പും പോലീസ് ഉണ്ട്. ഞാൻ പറയുമ്പം നിങ്ങൾ കയറി പറയില്ലെന്ന്. 2016 മുമ്പ് പോലീസ് ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റേ ഉള്ളൂ. 2016 മുമ്പുള്ള നില പരിശോധിച്ചിട്ട് പോലീസുകാർ എന്തെങ്കിലും അന്യായം ചെയ്യുന്നുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്ന് കേരളത്തിലെ പോലീസ് മികച്ച പോലീസാണ്. വലിയ നിലക്ക് അടിയില്ല, ലാത്തി ചാർജില്ല, ലോക്കപ്പ് മർദ്ദനമില്ല, ആളുകൾ കൊല്ലപ്പെടുന്നില്ല. പിന്നെ സമരത്തിന് പോയാൽ അടി കിട്ടും. അതിന് പിന്നെ കരഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാ അന്യായങ്ങൾക്കെതിരെ കേസുണ്ട്. നടത്തിയാലും കേസുണ്ട്, SFI നടത്തിയാലും കേസുണ്ട്. ഒരു കുറവുണ്ടാവില്ല. ശരി പ്രകാശ് മാഷ്, അങ്ങ് ചർച്ച കഴിഞ്ഞിട്ട് കൊല്ലത്തൊരു കിളികൊല്ലൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു DYFI സഖാവുണ്ട്. ആ സഖാവ് ഇതുപോലെ ആ സഖാവും സഖാവിൻ്റെ സൈനികനായ സഹോദരനെയും പോലീസ് ഇടിച്ചു കൂട്ടി മയക്കുമരുന്ന് കേസടക്കം തലയിൽ വെച്ച് മാധ്യമങ്ങളെ വിളിച്ച് മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ് എന്ന് വിളിച്ച് ജീവിതം മുച്ചൂട് മുടിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട് കേട്ടോ. ഒരു DYFI സഖാവായിരുന്നു, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഭാഗ്യം കൊണ്ട് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അമ്മാതിരി ഇടി പോലീസ് ഇടിച്ചതാണ്. അപ്പോൾ സഖാവ് എം പ്രകാശൻ ആ സഖാവിനെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കണം എന്താ ഉണ്ടായത്, ഇപ്പം കേസിൻ്റെ അവസ്ഥ എന്താണ്. പോട്ടെ, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞോളൂ. അതൊരു സഖാവായിരുന്നു. ആ സഖാവ് പ്രകാശ മാഷ് വിളിച്ച ആ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, ആ കേസ് പിൻവലിക്കാൻ ഇപ്പോൾ നടത്തുന്ന വിരട്ട് എന്താണ്? വിഘ്നേഷ് എന്നാണ് പേര്. അപ്പൊ ആ സഖാവിന്റെ ഒരു വിഘ്നേഷ് ആണ്. ശരി, ഓക്കെ എല്ലാം ഗംഭീരമാണ്. ഓക്കെ താങ്ക് യു. ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ നമ്മൾ ഭരിക്കുന്നവരോട് വിയോജിപ്പ് പറയുമ്പോൾ നമ്മളെ മറുപക്ഷത്തേക്ക് ചാപ്പകുത്തി നിർത്തൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല, അത് അധികാരത്തിൻ്റെ ഭാഷയാണ്. അതേ ഉണ്ടായുള്ള പ്രകാശ് മാഷ് വ്യക്തിപരമായി എന്നെപ്പറ്റി അങ്ങനെ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.